നിങ്ങളുടെ കുഞ്ഞ് രാത്രി ഉറക്കത്തിൽ പല്ല് കടിക്കുന്നുണ്ടോ? നമുക്കിത് എന്താണെന്ന് നോക്കാം. ബ്രക്സിസം എന്നാണ് ഇതിനെ പറയുന്നത്. ടീത്ത് ഗ്രൈൻഡിങ് എന്നും പറയുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളിൽ ഒരു 3 തൊട്ട് 10 വയസ്സുള്ള കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഉറക്കത്തിലും കാണാറുണ്ട്, ചിലപ്പോൾ മോർണിംഗ് ടൈമിലും ഇത് കാണാറുണ്ട് ചില കുട്ടികളിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പല്ല് കടിക്കുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം കുഞ്ഞുങ്ങളിലുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയാണ്. ചിലപ്പോൾ ഒരു സ്കൂൾ മാറിയത് കൊണ്ടാവാം, ഒരു പുതിയൊരു സിബ്ലിംഗ്, ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഉള്ളൊരു സ്ട്രെസ്സോ ടെൻഷനോ കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ ഒരു സ്ട്രെസ് കൊണ്ടും ഇത് വരാറുണ്ട്. രണ്ടാമതായിട്ടുള്ള കാരണം അഡിനോയിഡ് വീക്കം അഥവാ ടോൺസിൽസിന്റെ വീക്കം ഒക്കെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ടീത്ത് ഗ്രൈൻഡിങ് വരാറുണ്ട്. മൂന്നാമതായിട്ട് ഈ ഉറക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഉറക്കം കിട്ടാതെ വരിക, അതിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പല്ലുകടി കാണാറുണ്ട്. അടുത്തതായിട്ട് ഏതെങ്കിലും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, അതായത് ഓട്ടിസം, ADHD, സെറിബ്രൽ പാൽസി എന്നീ അസുഖങ്ങളിലും കുഞ്ഞുങ്ങൾ പല്ല് കടിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്, പല്ല് കടിച്ച് രാത്രി ഭയങ്കര ഒച്ച ചില കുഞ്ഞുങ്ങളിൽ കേൾക്കാറുണ്ട് ഈ പല്ല് കടിയുടെ. അതുപോലെ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പല്ല് കടിച്ച് പല്ല് തേഞ്ഞു പോവുകയും പല്ലിന്റെ എനാമൽ പോവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനെ പല്ല് കടിച്ച് കുഞ്ഞിന് ഉറക്കത്തിൽ വളരെയധികം പ്രശ്നം ഉണ്ടാവുകയും രാവിലെ എണീക്കുമ്പോൾ വളരെ ടയേർഡായിട്ട് കുഞ്ഞുങ്ങൾ എണീക്കുന്നുണ്ട്. അതുപോലെ രാവിലെ എണീക്കുമ്പോൾ തലവേദന, ഈ ജോയുടെ അവിടെ വേദന ഒക്കെ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അതുപോലെ പല്ല് കടിക്കുന്നതുകൊണ്ട് ടീത്തിലെ സെൻസിറ്റിവിറ്റി കൂടുന്നതായിട്ടും കാണാറുണ്ട്. ഇനി പേരൻസിന് എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ ഒക്കേഷണൽ ആയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് കുഞ്ഞുങ്ങളിൽ പല്ലിനും അതുപോലെ ടീത്തിന്റെ അലൈൻമെന്റിനും ഒക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീഡോഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് മൗത്ത് ഗാർഡ്സ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. I hope this video helps. Thank you.